ഉടമ്പടി വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മെറിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. അതാണ് നമ്മുടെ പിടിവള്ളി, അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഓർക്കുക. വസ്തു വിൽക്കാത്തവർ, വസ്തു വാങ്ങാനുള്ളവർ, വഴിയില്ലാത്തവർ, വഴി തരുമെന്ന് പറഞ്ഞിട്ട് 30 കൊല്ലമായിട്ട് വഴി കിട്ടാത്തവർ, എപ്പോഴും ശരീരത്തിൽ നിന്ന് കൺട്രോളില്ലാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവരുണ്ട്, രക്തം പോകുന്നവർ, കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. 10,000-ങ്ങളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരെല്ലാവരും സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. കൃപാസനം ഒരു പുഴയല്ല, ഒരു മഞ്ഞും മഴയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മലയിലൂടെ സൽപ്രവർത്തികളുടെ 10,000 നദികൾ ഒഴുകുകയാണ്. ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിനെ പോരാ, 10,000 മനുഷ്യരെ കൊണ്ട് കാരുണ്യ പ്രവൃത്തി ചെയ്യിക്കുന്ന ഒരു ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ എടുത്തിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. കാര്യം എല്ലാം ഒരു അമ്മ എടുത്തുനിന്നാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അതുപോലെ തന്നെ അതിനേക്കാളും ശക്തമായി യേശുക്രിസ്തുവിനും അമ്മയാണ് യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ ജീവിതത്തിലെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന മാധ്യസ്ഥ ശക്തി. അത് അപ്രതിരോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് ഈ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ ആശ്രയം വെക്കാം. നെറ്റിയിലൊക്കെ കുരു വന്നിട്ട് പുറത്തു പോകാത്തവർ, പാടുള്ളവർ പ്രാർത്ഥിക്കണം. നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നെറ്റിയിലൊക്കെ പഴയ രോഗത്തിൻ്റെ പാടുകൾ കിടക്കുന്ന കാരണം കോംപ്ലക്സ് അടിച്ചിരിക്കുന്നവരുണ്ട്. സ്വയം വിഷമിച്ച് കണ്ണാടി നോക്കുമ്പോൾ ആവശ്യമില്ലാതെ വേദനിക്കുന്നവരുടെ ആന്തരിക സൗഖ്യം കിട്ടണം. അവർക്ക് കോൺഫിഡൻസ് പോയ ആൾക്കാരെ അമ്മേ ഇപ്പോഴും സമർപ്പിക്കുന്നു. ശാരീരികമായി എന്തെങ്കിലും വൈകല്യം കൊണ്ട് കോൺഫിഡൻസ് പോയവരുണ്ട്. ശരീരത്തിൽ മുഖത്ത് മീശൊക്കെ വളരുന്ന ഹോർമോൺ ഡെഫിഷ്യൻസി ഇംബാലൻസൊക്കെ ഉള്ള ലേഡീസുണ്ട്. അവരുടെ കോൺഫിഡൻസ് അവർക്ക് പോയിരിക്കുക. അവിടെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ രോഗങ്ങൾ, ചിരങ്ങുള്ളവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം അമ്മ പറഞ്ഞു. എൻ്റെ മകൾ ഡെർമറ്റോളജിസ്റ്റാണ്, പക്ഷെ അവളുടെ കാല് ചിരങ്ങാണ്. അവൾക്കത് സുഖപ്പെടുത്താനുള്ള മരുന്ന് അവളുടെ കയ്യിലില്ല. അപ്പം ഞാൻ ഓർത്തു പിന്നെ എന്താണ് ഇവർ പഠിച്ചത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വരുമ്പോൾ അവളുടെ കാല് നല്ല ഗ്ലാസ് പോലെ ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് അവൾ വന്നപ്പോൾ ഒരു മരുന്ന് ഉപയോഗിക്കാതെ ആ കാല് നല്ല പുതിയ കാല് പോലെ ഇരുന്നെന്ന്. അമ്മ എവിടെയെല്ലാമൊക്കെയാണ്. ഒന്നും അമ്മയുടെ കണ്ണിൽ നിന്ന് പുറത്തുള്ള കാര്യമല്ല, ഒന്നും അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുമില്ല. എല്ലാം പറഞ്ഞ് എല്ലാ മേഖലകളിലും അമ്മ ക്രിസ്തുവുമായി നിന്നെ ഒന്നിപ്പിക്കുകയാണ്. അത് ഉടമ്പടി പോലെ ഒന്നിപ്പിക്കുന്ന, ദൈവമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു സംവിധാനം ഇല്ലെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഏതാണെന്ന്. കാരണം ദൈവം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ആദിമസഭയോട് ദൈവം പറഞ്ഞതാണ്, നിന്റെ കണ്ണീരെല്ലാം ഞാൻ തുടച്ചു മാറ്റുമെന്ന്. ആദിമസഭയ്ക്ക് എപ്പോഴും മതപീഡനമായിരുന്നു. നൈജീരിയയിൽ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള മതപീഡനങ്ങൾ. ആ മതപീഡനത്തിൻ്റെ കാലത്തും ദൈവം വാഗ്ദാനം ഇറക്കി കൊടുത്തു, നിൻ്റെ കണ്ണുനീര് ഞാൻ ഒപ്പിയെടുക്കുമെന്ന്. അവിടുന്ന് നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരില്ല ഒപ്പിയെടുക്കുമെന്ന്. അവസാനം വരെ ദൈവം ഉടമ്പടി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാഗ്ദാനങ്ങൾ ആധ്യാത്മികത എല്ലാത്തിലും വലുതാണ്. കാരണം അത് വരാതിരിക്കുന്ന ജീവിതത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് 1 തിമോത്തി 4:8 നമ്മൾ ധ്യാനിച്ചു. അത് ദൈവപൈതരെ, നിനക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കുറഞ്ഞു പോയാൽ അടുത്ത സ്ഥലത്തേക്ക് തരുമ്പോൾ അത് റീഫണ്ട് ചെയ്യാം. കാര്യം എല്ലാം ഐ വിൽ റീഇൻസ്റ്റേറ്റ് യുവർ ലൈഫ് എന്നാണ്. നിൻ്റെ ഭാഗധേയത്തെ ദൈവം പുനഃസ്ഥാപിക്കാം. അതെല്ലാം വാഗ്ദാനങ്ങളാണ് വചനത്തിൻ്റെ. നമ്മൾ വേറെ ഒരു സാധനക്കാര്യത്തിൽ ഇപ്പം ചിലർ പള്ളി വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാറില്ല, പള്ളി വരുന്നില്ല. കാലം മാറി. പണ്ടും മുണ്ടില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി.
ഒരു 19 കൊല്ലത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് ചേട്ടത്തി പള്ളി വരാത്തത്? ചട്ടയും മുണ്ടില്ലെന്ന്. അപ്പം ചട്ടയും മുണ്ടും മേടിച്ചു കൊടുക്കും നമ്മൾ. ഇന്ന് അങ്ങനെയല്ല. കാറില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല. അങ്ങനെ ഉണ്ട്. വണ്ടിയില്ല, പള്ളി വരുന്നില്ല. ബൈക്കാണെങ്കിലും ഇപ്പോൾ വണ്ടിക്ക് വന്ന് നടന്നു വരാൻ പറ്റത്തില്ല. ഇതൊരു മറ്റൊരു ദൈവമായിട്ട് ഈ ബൈക്ക് വർക്കൗട്ട് ചെയ്യും ചില സമയത്ത്. വണ്ടിയില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല, കുർബാനയ്ക്ക് വരുന്നില്ല. എന്തൊരു ബന്ധമാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇപ്പം ചില പറയത്തില്ലേ, ഉടുത്ത സാരി കഴിച്ചിട്ടിട്ടുണ്ട്. എന്താ കാര്യം? അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ ബന്ധു കൂട്ടുകാർ പള്ളിയിൽ വരുന്നില്ല. അവർ വരുന്നില്ലെങ്കിൽ പിന്നെ നീ എനിക്ക് കൂട്ടില്ല, ഞാൻ പോയില്ലെന്ന് പറയും. അത്ര റിലേഷൻ്റെ ഉള്ളു. ദൈവത്തിനേക്കാൾ വലുത് കൂട്ടുകാരിയായിട്ട് വന്നിരിക്കുകയല്ലേ. അതാ മറ്റൊരു ദൈവം എന്ന് പറയണത്. മറ്റൊരു ദൈവത്തിൻ്റെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ വിളയാട്ടമാണ്. ഇവരാരും ഉടമ്പടി ചെയ്യാൻ യാതൊരു ബാധ്യതയുമില്ല. ഇവർ ഉടമ്പടി ചെയ്യാൻ അധിക അവകാശമില്ല. ഉടമ്പടി ചെയ്യാൻ എന്താ കാര്യം? അവർ മറ്റൊരു ദൈവത്തെ, അത് ബന്ധുക്കളായിട്ടും സ്വന്തപ്പെട്ട വണ്ടിയായിട്ടും വീടായിട്ടും ഒക്കെ ഓരോ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ വടി കൊടുത്ത് അടിപൊളിക്കണ കക്ഷികളാണ്. ദൈവത്തിൻ്റെ അടുത്താണ് ഈ വിട്ടി വർത്താനൊക്കെ പറയണമെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പം തന്നെ കൗണ്ടഡ് ആകത്തില്ലേ? നിങ്ങളൊരു വയസ്സ് ജന്മമായിട്ട് ദൈവം കരുതത്തില്ലേ? മക്കളില്ലാത്തവർ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളില്ലാത്തവരെയും അതുപോലെ തന്നെ വിവാഹം താമസിക്കുന്നവരും വീട് താമസിക്കുന്നവരും എന്തെങ്കിലും കാര്യങ്ങൾ താമസിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും ഒരു സംഭവം നേടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ഈ സംഭവം വീടോ നാടോ അല്ലെങ്കിൽ ഈ വീടോ വ്യക്തികളോ ദൈവത്തിൻ്റെ ഒരു അവതാരമായിട്ട് മാറും. അജ്ഞാതമായ അവതാരങ്ങൾ. അനുതപിക്കുക എന്ന് പറയുമ്പോൾ ഈ അജ്ഞാത അവതാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാരൽ ഗോഡ്, അത് ഒരിക്കലും അതുമായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുക്കൾ, വ്യക്തികള്, രാജ്യങ്ങള്, ഇടങ്ങള്, വീടുകള് എല്ലാം നിരുപാധികമായി കർത്താവുമായി ജീവിക്കുന്നതിന്റെ പേരില് ഒഴിഞ്ഞു കൊടുക്കുവാൻ എന്റെ ആത്മാവിനെ കൃപയുടെ വികാസം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 ദൈവമേ നന്ദി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കാനഡയിൽ ഇടിച്ചു നിൽക്കും, ചില ആസ്ട്രേലിയയിൽ ഇടിച്ചു നിൽക്കും. ഒരിക്കൽ കയറിയൊരു വൈറസാണ് ഈ ആസ്ട്രേലിയൻ വൈറസ്. കാനഡ വൈറസ് ഉണ്ട്. അതുപോലെ ഓരോ ആ രാജ്യത്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി ഇവർ പഠിക്കണ കുഞ്ഞുനാള് തന്നെ ആ രാജ്യത്ത് പോയാൽ ശരിയാകും. അപ്പം അതിനുവേണ്ടി മനസ്സ് ട്രെയിൻ ചെയ്ത്, ചിന്ത ട്രെയിൻ ചെയ്ത്, ശ്വാസം, അതുപോലെ ആലോചന എല്ലാം ചെയ്ത് ഇതൊരു മറ്റൊരു വൈറസായിട്ട് മറ്റൊരു ദൈവമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, അതെൻ്റെ ബൈബിളിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ, കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ആ പട്ടണത്തിൽ പോകും. ഇവിടെ യാക്കോബ് ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ നീ മതിയേ, നിൻ കൃപ മതിയേ. നാഥാ നീ മതിയേ, നിൻ കൃപ മതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് 4:13 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. അടിവരയിട്ടിരിക്കണം. ഇതാണ് നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പം ന്യൂസിലൻഡിൻ്റെ വൈറസ് കയറിയിട്ട് ന്യൂസിലൻഡ് വേറെ ഒരു ദൈവമായിട്ട് മാറരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളവർക്ക് ഞാൻ ന്യൂസിലൻഡിനെ വിശ്വസിച്ചിട്ട് കർത്താവ് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ സംസാരിക്കുകയായിരിക്കും, എൻ്റെ കാര്യമായിരിക്കും പറയണം. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിരിക്കണേ ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന്മേൽ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ മർക്കട മുഷ്ടി എന്ന് പറയും, പിടിവിടാതിരിക്കും. അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, മാറ്റി ചിന്തിക്കണമെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഉടമ്പടിക്കുണ്ടാകും. ഉടമ്പടി നമുക്ക് ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അഗ്നി നക്ഷത്രം പോലെ കാലവർഷം വരുന്നതിന് മുമ്പ് അഗ്നി നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞില്ലേ 10 ദിവസം മുമ്പ്. അതുപോലെ അഗ്നി നക്ഷത്രം മോർണിംഗ് സ്റ്റാറായിട്ട് ഉദിച്ചത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. എന്താണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ഉടമ്പടി, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് തന്നെ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തത്തെ കവറിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? അതിനാണ് ഉപ്പ്, തേന്, കാശുരൂപം എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കണേ. വരാൻ പോകുന്ന ദുരന്തം 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് പ്രകൃതി ദുരന്തമാകാം, ജീവിത ദുരന്തമാകാം. അപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേ ദുരന്തത്തിന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഉടമ്പടിയും ഉടമ്പടി ജീവിതവുമാണ്. ഉടമ്പടി ജീവിതം നമുക്ക് എന്താ തരണത്? വരാൻ പോകുന്ന ദുരന്തങ്ങളെ നിന്ന് സംരക്ഷണം നൽകും. ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ ഒരു സാക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കുളു മണാളിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലരൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് ഫ്രഷ് ആകാൻ പോകണമെന്ന് തോന്നും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ ഫ്രഷ് ആകാൻ പോകും. ഞാൻ വനത്തിലേക്കേ പോകത്തുള്ളൂ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വനത്തിൽ പോകും. അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ച് അടിച്ചു പൊളിക്കാൻ പോകണമല്ല, അത് ശാന്തമായ പ്രകൃതിയിൽ
വളരെ ചിലവ് കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചൊക്കെ ചിലവഴിച്ച് ഫ്രഷായിട്ട് പോകും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് പോകത്തുള്ളൂ. അപ്പോൾ ഫ്രഷാകാൻ വന്ന് ഫ്രഷായിട്ട് വരും, പ്രാർത്ഥിച്ച് ജപമാല അവിടെ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെ പോരും. അപ്പോൾ അതുപോലെ തന്നെ ഈ അവസരം പുതുമോനയുടെ സാക്ഷ്യത്തിൽ പറയണത്, ഞാൻ കാശ്മീർ പോകാൻ വേണ്ടി 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത് വിനോദസഞ്ചാര ഏജൻസിക്ക് 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത് ഉടമ്പടി പുതുക്കുകയായിരുന്നു. ആ സമയം മുതൽ ഏറ്റവും വിശ്വാസമായിട്ടുള്ള രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ഇപ്പം പത്രം വിതരണ സമയത്താണെങ്കിൽ തന്നെ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ആണത് ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പം കൊടുക്കുമ്പോൾ തന്നെ പറ്റുന്നവരോടൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം മാതാവിനെ പറ്റി പറയുമായിരുന്നു. അതുപോലെ തന്നെ ആഴ്ചയിലുള്ള കാരുണ്യപ്രവർത്തികൾ ഞാൻ ഒരുമാതിരി മുടക്കം വരാതെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു തവണ അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ വന്നു. അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാം ബാങ്കിൻ്റെ എക്സാമായിരുന്നു. ഞാനതിന് കോച്ചിങ്ങിനൊക്കെ പോയി ഞാനത് ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ മെസ്സേജ് എടുത്തിട്ട് അച്ഛൻ പറഞ്ഞത് 6 കാണിക്കുന്നത്, ബാങ്ക് അല്ല കാണിക്കുന്നത്, പണ്ട് നീ എന്താ ചെയ്തിരുന്നത് അത് പിന്നെയും ചെയ്യാനാണ് മാതാവ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഒരു BTech ഗ്രാജുവേറ്റാണ്. 2014 ഞാൻ പാസ് ഔട്ടായതാണ്. ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ കല്യാണവും, ആ വർഷം തന്നെ. അത് കഴിഞ്ഞൊരു മോനായി. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനൊന്നും ആ സമയത്ത് കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് നല്ലൊരു കാരിയർ ഗ്യാപ്പ് തന്നെ വന്നു. എനിക്ക് ജോലിക്കുള്ളൊരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. ഇത്രയും കാരിയർ ഗ്യാപ്പൊക്കെ വന്ന കാരണം ഞാൻ ഈ IT ഫീൽഡ് ഞാൻ മറന്ന ഒരു കാര്യമായിരുന്നു. അത് ഇനി നടക്കില്ല എന്നുള്ള വിചാരിച്ചായിരുന്നു ഞാനിങ്ങനെ ബാങ്കിൻ്റെ ഇതിൽ പോയി ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് തന്നെ ചെയ്യാനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും അത് പഠിക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് ടച്ച് അത്യാവശ്യം നന്നായി തന്നെ എനിക്കില്ലായിരുന്നു, ഒട്ടും ടച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പഠിച്ചാൽ തന്നെ എനിക്കൊന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കുമായിരുന്നു, മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കൊന്നും മനസ്സിലാവാതെ വന്ന വേഗം കാശുരൂപം എടുത്ത് വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് എനിക്കൊന്ന് പറഞ്ഞതാ മാതാവ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 9 വർഷത്തെ കാരിയർ ഗ്യാപ്പ് എനിക്കുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഒരിക്കലും ഒരു IT കമ്പനിയിൽ നമ്മൾ എലിജിബിൾ ആവില്ല. എനിക്കാണെങ്കിൽ ഒരു ജോബ് എക്സ്പീരിയൻസും ഇല്ല, ഞാൻ എവിടെയും ജോലിക്ക് പോയിട്ടുമില്ല. അപ്പം ഒരിക്കലും എനിക്ക് ഒരു IT ഫീൽഡ് ഞാൻ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക്. പക്ഷേ എനിക്ക് കഴിഞ്ഞ മെയ് 3 ഒരു IT കമ്പനിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് അറ്റൻഡ് ചെയ്തു. മെയ് 3 ആയിരുന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. വളരെ പുവർ പെർഫോമൻസ് തന്നെയായിരുന്നു. കാരണം എനിക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറും അവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചൊരു കാര്യം, എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. അത് മുറുകെ പിടിച്ചുകൊണ്ട് വസനമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവർ ചോദിക്കുമ്പോൾ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവരെന്നെ സിലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ജോലി കിട്ടി. അത് മാതാവിൻ്റെ മധ്യസ്ഥയിൽ തിരുക്കുമാരൻ എനിക്ക് ചെയ്തതെന്ന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് 14 എൻ്റെ ഡാഡിക്ക് ഒരു ചെറിയൊരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കുറച്ച് കഴിഞ്ഞ് ഡാഡിക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം യൂറോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ നമ്മളോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, കുറച്ച് പ്രശ്നമാണെന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അവർ ഈ ഹാർട്ടിൻ്റെ ഇത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്ന കാരണം വേറെ മെഡിസിൻസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ആ ഭാഗത്ത് ഉടമ്പടി തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം പറ്റുന്ന സമയത്തൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവർ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും യൂറിൻ പാസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രശ്നം കാണുന്നില്ലെന്ന് അവർ പറഞ്ഞത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്, ഒരു സർജറിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള റിസൾട്ട് പ്രകാരം നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല,
പോകാമെന്ന് പോകാമെന്ന് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ അനുഗ്രഹം മാതാവിൻ്റെ മധ്യസ്ഥയിൽ തിരുക്കുമാരൻ സാധിച്ചതെന്നോർത്ത് ഞാൻ ആദ്യമായി തന്നെ യേശുവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ 4 വർഷമായി കോട്ടയം ഒരു വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് 3 മക്കളുണ്ട്, അവരെ പഠിപ്പിക്കണം. ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയതാണ്. ഞാൻ 3 വയസ്സ് മുതൽ ഒരു ഓർഫനേജിൽ നിന്ന് വളർന്നുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ എനിക്ക് നന്നായി അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, മോളെ നിനക്ക് ഞാനൊരു പത്രം തരാം, നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഹിന്ദുവാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പത്രം വായിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിൽക്കുന്ന വീട് യാക്കോബക്കാരുടെ വീടാണ്. അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല മാതാവിൽ. അങ്ങനെ അന്നേരം ഞാൻ എന്നും യൂട്യൂബ് സെപ്റ്റംബർ 22 എനിക്ക് പത്രം കിട്ടുന്നത്. അന്നേരം ഞാനത് യൂട്യൂബിൽ അച്ഛൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ കൂടുമായിരുന്നു, ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും, അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് അനുഗ്രഹം തരണമേന്ന്. എങ്ങനെയാണെന്ന് അറിയില്ല, 4 മാസങ്ങൾക്ക് ശേഷം ഒരു ജനുവരി 15-ാം തീയതി അവിടെ നിൽക്കുന്ന അമ്മച്ചി എന്നോട് പറഞ്ഞു, അടുത്ത വീട്ടിലൊരു ചേച്ചി കൃപാസനയിൽ പോകുന്നുണ്ട്, പ്രസന്നയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പൊയ്ക്കോളൂ എന്ന്. ഒരുപാട് സന്തോഷമായി. അന്നേരം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. എനിക്കതിലൊന്നും കഴിവില്ല. അന്നേരം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സാക്ഷ്യം കേട്ടത്, ഒരു ഹിന്ദു. അപ്പോൾ അത് കുമ്പസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അത് പേപ്പറുകളിൽ അതിൻ്റെ പാപങ്ങളെല്ലാം എഴുതി പ്രാർത്ഥിച്ച് കത്തിച്ച് കളഞ്ഞു എന്ന്. അപ്പം ഞാനും വിചാരിച്ചു എനിക്കും എന്തുകൂടാ അങ്ങ് ചെയ്തുകൂടാ. അന്ന് 16-ാം തീയതി ഒരുപാട് ഞാൻ എൻ്റെ ജനിച്ച ആ നാൾ മുതലുള്ള കുഞ്ഞു ഓർമ്മകൾ തൊട്ട് ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം 2 പേപ്പറെങ്കിലും എഴുതി ഇരുന്ന് രാത്രി എഴുതിയത്. രാത്രി മൊത്തം ഇരുന്ന് എഴുതി പ്രാർത്ഥിച്ച് ബൈബിളിനകത്ത് വെച്ചു. 17-ാം തീയതി ആയിരുന്നപ്പം ഇതേപോലെ സന്ധ്യപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അത് ഞാൻ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞു. അങ്ങനെ പള്ളിയിൽ പോയി ഞാൻ പള്ളികളിലൊക്കെ പോകും, കുർബാനകളൊക്കെ കാണും. കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളൂ. എന്നാലും കുർബാന സ്വീകരിക്കുന്നവരുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് എന്തായാലും അങ്ങയെ സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷേ ഇവരിൽ നിന്ന് എൻ്റെ ഉള്ളിലേക്ക് നീ കടന്നു വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിക്കും. അങ്ങനെ 18-ാം തീയതി ജനുവരി 18, 2023 ഞാൻ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ വെച്ചിരുന്നതിൽ ഒന്ന്, എൻ്റെ അമ്മയും മാതാവും എപ്പോഴും എൻ്റെ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ്. എനിക്കൊരു ഭവനമില്ലായിരുന്നു, ശരിയായൊരു ജോലിയില്ല, 3 പിള്ളേരെ പഠിപ്പിക്കണം. അതെല്ലാം ഞാൻ വെച്ചിരുന്ന കൂട്ടത്തിൽ എൻ്റെ മൂത്ത മകൾക്ക് കുഞ്ഞു വയസ്സ് മുതലേ എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ കരയുമായിരുന്നു, മുള്ളാൻ പോകുമ്പോൾ. അന്നേരം അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ 4 വയസ്സായപ്പോൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, കൊച്ചിന് ഹെർണിയയുടെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് നിങ്ങളിതൊരു സർജറി ചെയ്യണമെന്ന്. അപ്പോൾ തീരെ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ 2 വർഷം കൂടി കാത്തിരുന്നു. എന്നിട്ടും കൊച്ചിന് ഒരു കുറവുമില്ല. അവിടെ ചൊറിഞ്ഞ് പൊട്ടി ആകെ വല്ലായിക. അങ്ങനെ പിന്നെയും 6 വയസ്സായപ്പോൾ ഒരു സർജറിക്ക് ഹോസ്പിറ്റലിൽ കയറ്റിയപ്പോൾ അവൾ ഓപ്പറേഷൻ തിയേറ്ററിന് കത്രികയും അതെല്ലാം കണ്ട് കുഞ്ഞായിരുന്നല്ലോ, അവൾ ഇറങ്ങി ഓടി. പിന്നെ അത് ചെയ്തില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, പേടിക്കണ്ട, ഒരു 10-12 വയസ്സാകുമ്പോൾ കൊച്ചിനൊരറിവാകും, അന്നേരം കൊച്ചിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ സർജറിക്ക് വന്നോളൂ എന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിവിടെ 4 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് ഉടമ്പടി പത്രം കിട്ടിയപ്പോൾ ഞാനും ഓർത്തു, എൻ്റെ കുഞ്ഞിന് എന്തായാലും കത്രികയും അതൊക്കെ പേടിയാണ്, അപ്പോൾ ഉടമ്പടി എടുത്താൽ ഒരുപാട് സൗഖ്യങ്ങൾ. അപ്പം ഞാനും വിചാരിച്ചു എൻ്റെ കുഞ്ഞിന് കത്രികയൊന്നും ഇല്ലാണ്ട് അമ്മ മാതാവ് ഇത് മാറ്റിത്തരുന്നു പൂർണ്ണമായി വിശ്വസിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ 3ാമത്തെ നിയോഗം അതായിരുന്നു. എൻ്റെ മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, എടി ഞങ്ങളെല്ലാം വലിയ കുട്ടിയായി നിനക്ക് മാത്രമായില്ലെന്ന്. അവൾ എന്നും കരയും, അമ്മയെ എല്ലാവരും എന്നെ കളിയാക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഹെർണിയ ഉള്ളത് കൊണ്ടാണോ എൻ്റെ കുഞ്ഞിനിങ്ങനെ. എന്നിട്ട് ഞാനിവിടെ കരഞ്ഞു, ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. അമ്മയുടെ നീലത്തിരിയിൽ വെച്ച് ഒരുപാട് നേരം കരഞ്ഞപ്പോൾ അമ്മയുടെ ആ നീലത്തിരി തീരാറായപ്പം ശരിക്കും ഒരു തിരുഹൃദയം എൻ്റെ ഫോണിൽ തെളിഞ്ഞു വന്നു. ആ മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നു. ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ പള്ളിയിൽ അച്ഛനെ കൊണ്ട് കാണിച്ചു, അച്ഛോ ഞാനിങ്ങനെ ബുദ്ധിമുട്ടായി പ്രാർത്ഥിച്ചപ്പോൾ തിരിയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു, ഇതെവിടത്തെ ആ തിരി? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനയിൽ പോയി ഉടമ്പടി എടുത്തതാ. അപ്പോൾ പറഞ്ഞു, അമ്മ മാതാവ് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി. അവൾ ഓർഫനേജിലാണ്. പിന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ അത് ഞാൻ നോക്കിയത് പോലുമില്ല, മറന്നുപോയി. അങ്ങനെ ഈ അവധി കിട്ടിയപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരാവശ്യം വന്നപ്പോൾ ഇതേ 2 പിള്ളേരെ ഹെർണിയയുടെ സർജറിക്ക് ഇരുന്നപ്പോൾ ഞാൻ അന്നേരം ഓർത്തു, അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ഞാനിത് ഉടമ്പടിയും വെച്ചിരുന്നല്ലോ,
ഞാൻ പിന്നെ അവളെ ശ്രദ്ധിച്ചില്ല എന്ന്. അങ്ങനെ പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ലൊരു വീക്കമായിരുന്നു ഇവിടെ, ഇങ്ങനെ നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പം അപ്പോൾ അവർ എന്തേ വന്നേ, ഞാൻ പറഞ്ഞു കൊച്ചിനിങ്ങനെ ഒരു 6 വയസ്സുള്ളപ്പോൾ ഒരു ഹെർണിയയുടെ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത് എന്ന്. അവിടെ നോക്കിയപ്പോൾ അവർ അങ്ങനെ ഒരു ഹെർണിയയുടെ ഒരു പ്രോബ്ലമേ ആ കുഞ്ഞിനില്ല. അവളങ്ങനെ ഇപ്പോൾ നല്ലൊരു മകളായി. ഇപ്പം അവളുടെ ഒരു വിഷമമായിരുന്നു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും കളിയാക്കിയത്, അതെല്ലാം മാറി. വിഷുവിന് അവൾക്ക് സന്തോഷമായൊരു വാർത്തയും കിട്ടു. അന്ന് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഹെർണിയ മാറി എന്ന് ആ ഒരു വാർത്ത എനിക്ക് അന്ന് ഞാൻ മാതാവിനോടിരുന്നു ഒരുപാട് എൻ്റെ കുഞ്ഞിനെയും കൂട്ടിയിരുന്ന് ജപമാല ചൊല്ലി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയോട്. അതുപോലെ ഞാൻ 4 വർഷമായിട്ട് കോട്ടയം വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് വീടില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് നിന്നത്. അവരൊരു 5 വർഷമായി ഒരു ആക്സിഡൻ്റ് ആയിട്ട് കാലിൽ കമ്പി ഇട്ടിരിക്കുമായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം എടുത്തു കളയണമെന്ന് പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടും അത് പിന്നെ കൊറോണയും ഒക്കെ ആയതുകൊണ്ട് അവർ എടുത്തില്ല. അങ്ങനെ അവിടെ ഇരുന്നു. ഞാനങ്ങനെ ഈസ്റ്ററിന് വീട്ടിൽ ചെന്നപ്പം ആ സർജറി ചെയ്ത ഭാഗത്ത് ഒരു കുഞ്ഞി പരു. അപ്പോൾ പറഞ്ഞു ചെറിയൊരു വേദനയുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, വല്യച്ഛാ ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം സൗഖ്യം കിട്ടുമെന്ന്.